നഴ്സിംഗ് ഏറ്റവും ചാമിങ്ങുള്ള മേഖലയാണ്. മെയിൽ നേഴ്സ്, ഫീമെയിൽ നേഴ്സ്. ഇനി ഇപ്പൊ കുറച്ചുകൂടി അട്രാക്ഷൻ, കാരണം കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും BSc നഴ്സിംഗ് കഴിഞ്ഞ ആളുകളെ കിട്ടാനില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നഴ്സിംഗിൽ ഏത് കോഴ്സ് കഴിഞ്ഞാലും അവരത് പൂർത്തിയാകുന്നതിന് മുമ്പേ അവർക്ക് ജോലി ലഭിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. 60 ലക്ഷത്തിലധികം ഷോർട്ടേജ് ഇപ്പോഴും ഉണ്ട്. 55,000-ത്തിലധികം നഴ്സിംഗ് ഷോർട്ടേജ് US-ലുണ്ട്. US-ൽ ഇതേപോലെ പ്രായമായവരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് ഡേ കെയർ ഹോമുകളിൽ പിന്നെ നഴ്സസിന്റെ ഷോർട്ടേജ് പരിഹരിക്കാൻ അവര് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. UK-ൽ പിന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് അവർ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യൻ നഴ്സസിനെയാണ്. അതേപോലെ തന്നെ നഴ്സസിന് സ്വന്തമായി ക്ലിനിക്ക്, അതായത് അവരുടെ ഇപ്പോ ക്രോണിക് ഇൽനെസ്, പ്രമേഹം, പ്രഷർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഒരു നഴ്സിന് ക്ലിനിക്ക് തുടങ്ങാനുള്ള പിന്നെ അനുവാദം കൊടുക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നഴ്സിംഗ് ഏറ്റവും ചാമിങ് ആയിട്ടുള്ള മേഖലയാണ്. ഇപ്പോ ഒരാൾ നഴ്സിംഗിന് ജോയിൻ ചെയ്താൽ ഒരു സംശയമില്ല, അവർ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ജോലി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. UK-യുമായി ഇന്ത്യ കുറച്ചുകൂടി അടുക്കുന്നു. നമ്മള് വ്യാപാര രംഗത്തുണ്ടായിട്ടുള്ള ഈ താരിഫില് മത്സരങ്ങളുടെ ഭാഗമായിട്ട് ടാക്സ് ഒഴിവാക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ വിദ്യാസമ്പന്നരായ, പ്രത്യേകിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ തൊഴിൽ കിട്ടുന്നു. അവരുടെ പിന്നെ കമ്പനികൾ ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ കമ്പനികളിൽ പിന്നെ പ്രൊഡക്ഷൻ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നതൊന്നും മറന്നുകൊണ്ടാവരുത് വിദ്യാർത്ഥികൾ അവരുടെ ഹയർ സ്റ്റഡീസ് സെലക്ട് ചെയ്യുമ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്.